കേരളമേറെ കാത്തിരുന്ന ആ വിധി പുറത്തു വന്നിരിക്കുകയാണ്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന് തൂക്കുകയർ തന്നെ നേരത്തെ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാക്ഷികളൊന്നുമില്ലാത്ത ഈ കേസിൽ തനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കി തന്നെ കുടുക്കിയതാണെന്ന് അമീറുൽ ഇസ്ലാമിന്റെ അപ്പീൽ കോടതിയിൽ തള്ളിയിരിക്കുകയാണ്. ഇതോടെ പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ അഭ്യർത്ഥന ഹൈക്കോടതി ശരിവച്ചിരിക്കുകയുമാണ്. ജസ്റ്റിസ് PV സുരേഷ് കുമാറും ജസ്റ്റിസ് S മനുവും ചേർന്ന ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല ചെയ്യുക, ബലാത്സംഗം ചെയ്യുക, മാരകമായി മുറിവേൽപ്പിക്കുക, അതിക്രമിച്ച് ഏപ്രിൽ 28 ഇതിനിടെ ജിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാം എന്ന വ്യക്തിയെ കേരള തമിഴ്നാട് ബോർഡറിൽ നിന്നും പോലീസ് പിടികൂടി. തുടർന്ന് 2016 ഡിസംബർ 12 അമീറുൽ ഇസ്ലാം കുറ്റക്കാരൻ തന്നെയെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. തുടർന്ന് 2017 ഡിസംബർ 14 ശരിവെച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണമെന്നുള്ള അപേക്ഷ ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. അതിനോടൊപ്പം അമീറുൽ ഇസ്ലാമും അപ്പീലുമായി ഹൈക്കോടതിയിലെത്തി. തന്നെ വെറുതെ വിടണമെന്നും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇതിനെയെല്ലാം തള്ളി 2024 മെയ് 20 അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവും വന്നു. ഇനി അമീറുൽ ഇസ്ലാമിന് മരണവും കാത്ത് ജയിലിലെ ഇരുളടഞ്ഞ സെല്ലിൽ കഴിയാം. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നിവരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് വേണ്ട, ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കണമെന്ന മനോഭാവമുള്ളവരായിരുന്നു മലയാളികൾ. എന്നാൽ അതിഥിയെ ദൈവമായി കണ്ട മലയാളിക്ക് കിട്ടിയതെന്താണ്? മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യവും. ഇന്നൊരു പക്ഷേ മലയാളികളെക്കാൾ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക അന്യസംസ്ഥാന തൊഴിലാളികളായ ഇവരെപ്പോലെ ഉള്ളവരെ ആയിരിക്കും. എന്നാൽ ഒരു കടയിലോ മറ്റോ നമ്മൾ അവരുടെ അടുത്തൊരു സാധനം വാങ്ങാനോ വെള്ളം കുടിക്കാനോ ഇവരെ സമീപിച്ചാൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കസ്റ്റമർ എന്നുള്ള പരിഗണന പോലും നൽകാതെ അതിനെ വകവയ്ക്കാതെയുള്ള നിൽപ്പും സംസാരവും ധാർഷ്ട്യവും ഒക്കെയാണ്. ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാ ആൾക്കാരെയും അടച്ചാക്ഷേപിക്കുകയല്ല. ഏതൊരു കാര്യത്തിനും ഉണ്ടാകും നല്ലതും മോശവും. നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് ചിന്തിക്കേണ്ട കാര്യമാണിത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവും അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റിലൂടെ അറിയിക്കൂ.